ഇന്ന് നമുക്കിവിടെ ഉടുപ്പി ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രത്തിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കറി ഉണ്ടാക്കി നോക്കാം. വെള്ളക്കൂട്ട് എന്നാണ് ഈ കറിയുടെ പേര്. അതിനായിട്ട് ആദ്യമായി ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഒരു 3-4 വറ്റൽമുളക്, പിന്നെ ഒരു 3-4 പച്ചമുളക്, അത് നടുകെ കീറിയത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കുക കേട്ടോ. ഇത് നല്ല പോലെ ഇളക്കി ഇതിന് നല്ല സ്മെല്ല് വരുന്ന സമയത്ത് ഞാൻ ഏകദേശം ഒരു 400 ഗ്രാം വരുന്ന കുമ്പളങ്ങ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ വഴറ്റണം കേട്ടോ, കാരണം അതിൻ്റെ കുമ്പളങ്ങയുടെ കളറ് മാറും, അതുവരെ വഴറ്റണം. പിന്നെ കുമ്പളങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വെള്ളരിക്കയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിനിടയിൽ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 പച്ചമുളക് എടുക്കാം കേട്ടോ, പിന്നെ 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഞാൻ 2 ടീസ്പൂൺ തുവരപ്പരിപ്പ് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുക്കണം. തുവരപ്പരിപ്പിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കടലപ്പരിപ്പ് എടുക്കാം, അല്ല പച്ചരിയാണെങ്കിൽ പച്ചരി എടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അതിനിടയിൽ ഈ കുമ്പളങ്ങ ഏകദേശം ഒന്നായിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങ ഇവിടെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. നമ്മൾ വഴറ്റിയ ശേഷമാണല്ലോ വെള്ളം ഒഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ മഞ്ഞൾപ്പൊടി ഇടില്ല, അതുകൊണ്ടാണ് ഇതിന് വെള്ളക്കൂട്ട് എന്ന് തന്നെ പറയണത്. എന്നിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഇത് ഒന്നുകൂടി നന്നായിട്ട് വേവാനായിട്ട് അടച്ചു വെച്ചു. ഇനി നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുമ്പളങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, നല്ല ഫൈനായിട്ട് അരയ്ക്കണം നാളികേരം, അത് ഇതിലോട്ട് ഒഴിക്കുക. ഒഴിച്ച ശേഷം നമ്മൾ നല്ല പോലെ തിളപ്പിക്കണം. എന്താ കാരണം വെച്ചാൽ നമ്മൾ പരിപ്പ് അരച്ചതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ലോണം തിളച്ച് അതിൻ്റെ പച്ചവാസന പോകണം. അപ്പോൾ അതുവരെ ഒന്നുകൂടി തിളപ്പിക്കുക. ഇപ്പം നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രത്തിലെ ഈ വെള്ളക്കൂട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കണം. തൈരാണ് ചേർക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് തൈര് മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ചെറിയ കട്ടയൊക്കെ ഉണ്ടാവില്ലേ, അത് മാറ്റാനായിട്ടാണ് ഞാൻ അങ്ങനെ അടിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിക്കണം. ഇതിലിപ്പോൾ ഞാൻ 1 കപ്പ് ഒഴിച്ചു, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഇനി ഒരു 1/2 കപ്പും കൂടി ഒഴിക്കണം. ഈ തൈര് ഒഴിച്ചുടനെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ പാൻ തന്നെ നല്ല ചൂടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തൈര് ഒഴിച്ച ശേഷം തിളപ്പിക്കണം എന്നില്ല. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടല്ലേ എടുക്കുള്ളൂ കഴിക്കാനായിട്ട്, അപ്പോൾ അതുവരെ പാത്രത്തിൽ തന്നെ ഇരിക്കും. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ കറി ഇവിടെ അടച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.